വാട്സ്ആപ്പ് ഗീസ് ബോക്സ്മേൻ നാസിമാണ്. ഒരുപാട് നാളായിട്ട് ക്രെഡിറ്റ് കാർഡ് സ്വന്തമാക്കാൻ നടക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ബാങ്കിനെ സമീപിച്ച് കഴിഞ്ഞാൽ സാലറി സ്ലിപ്പ്, IT റിട്ടേൺ, ഇല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇതൊക്കെ ആയിരിക്കും നിങ്ങളോട് ബാങ്കുകാർ ചോദിക്കുന്നത്. എങ്കിൽ എല്ലാ ആളുകൾക്കും ക്രെഡിറ്റ് കാർഡ് എന്ന സ്വപ്നം പൂവണിയിക്കാൻ വേണ്ടി വൺ കാർഡ് എന്ന് പറയുന്ന കമ്പനി ഇപ്പോൾ എല്ലാ ആളുകൾക്കും പല ബാങ്കുകളുമായിട്ട് കൊളാബറേഷൻ ചെയ്തുകൊണ്ട് ക്രെഡിറ്റ് കാർഡ് നൽകുന്നുണ്ട്. എങ്ങനെയാണ് വൺ കാർഡ് എന്ന് പറയുന്ന ക്രെഡിറ്റ് കാർഡിന് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്, ഇന്നത്തെ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് എങ്ങനെയാണ് തികച്ചും ഫ്രീ ആയിട്ട് ഒരു ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യുന്നതെന്നും നിങ്ങളുടെ കയ്യിൽ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് കിട്ടുന്നതെന്നും മനസ്സിലാകും. വൺ കാർഡ് എന്ന് പറയുന്ന ഈ ഒരു ക്രെഡിറ്റ് കാർഡ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് യാതൊരു തരത്തിലുള്ള ഡോക്യുമെന്റേഷനും ഇവർ നമ്മളോട് ചോദിക്കുന്നില്ല. നമ്മുടെ പാൻ കാർഡും ആധാർ കാർഡും മാത്രമാണ് ഇവർ നമ്മളോട് ചോദിക്കുന്നത്. എങ്ങനെയാണ് വൺ കാർഡ് എന്ന് പറയുന്ന ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യുന്നതെന്ന് പ്രോപ്പർ ആയിട്ട് മൊബൈൽ സ്ക്രീനിലൂടെ നമുക്ക് നോക്കാം. ഈ ഒരു ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ഈ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ എത്താൻ പറ്റുന്നതാണ്. അത് കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഇന്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇതിൽ ഇറ്റ്സ് മെറ്റൽ എന്നുള്ള ഒരു ഓപ്ഷൻ കാണും. ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുക. ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. മൊബൈൽ നമ്പർ കൊടുത്തതിന് ശേഷം ബാങ്കിൽ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ കൊടുത്തതിന് ശേഷം ഒരു OTP അതിലേക്ക് വരും. OTP കൊടുക്കുക. ഗൂഗിൾ അക്കൗണ്ട്, ഗൂഗിൾ ഏതാണ് ജിമെയിൽ, അതുമായിട്ട് നിങ്ങൾ കൺഫേം ചെയ്യുക. ശേഷം നിങ്ങളുടെ പാൻ കാർഡ് നമ്പർ നിങ്ങൾ അടിച്ചു കൊടുക്കുക. ഇത്രയും അടിച്ചെടുത്ത് വരുമ്പോൾ നിങ്ങളോട് ഒരു പാസ്വേഡ് അവർ ചോദിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാസ്വേഡ് കൊടുത്ത് കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോൾ പ്രീ അപ്രൂവ്ഡ് ആയിട്ട് നിങ്ങൾക്ക് കാർഡ് ലഭിക്കുമെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. എത്ര രൂപയാണ് എമൗണ്ട് എന്നും കാണിക്കും. ഇനി ഇങ്ങനെ കാണിക്കാത്ത ആളുകൾ, ചില ആളുകൾക്ക് FD ഇട്ട് നിങ്ങൾക്ക് കാർഡ് ഓപ്പൺ ചെയ്യാനും കാണിക്കും. FD ഇടുന്നതിനോട് ഞാൻ അധികം താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല. കാരണം FD എപ്പോഴാണ് നിങ്ങൾ ഓഫ് ചെയ്യുന്നത് ആ ഒരു ടൈമിൽ നിങ്ങളുടെ ഈ ഒരു കാർഡിന് കട്ടായി പോകും. ഇത്തരത്തിൽ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ഓരോ സൈറ്റുകളുടെയും ഓഫറുകൾ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഗെറ്റ് വൺ കാർഡ് എന്നുള്ള ആ ഒരു ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പേര്, നിങ്ങളുടെ ആനുവൽ ഇൻകം, അതേപോലെയുള്ള നിങ്ങളോട് കുറച്ച് ഡീറ്റെയിൽ അവർ ചോദിക്കും. നിങ്ങളുടെ പേരെന്താണോ, ആധാർ കാർഡിലെ നെയിം എന്താണോ അല്ലെങ്കിൽ പാൻ കാർഡിലെ നെയിം എന്താണോ അതേപോലെ കൊടുക്കുക. അത് ഓക്കെ കൊടുത്തതിന് ശേഷം നോ എന്നുള്ള ടിക്ക് ഇട്ട് കൊടുക്കുക. ശേഷം ആധാർ വെരിഫിക്കേഷൻ വരുന്നുണ്ട്. ആധാറിൻ്റെ നമ്പർ നിങ്ങൾ കൊടുക്കുക. ശേഷം ആധാറിൻ്റെ സൈറ്റിൽ നിന്നും ഒരു OTP നിങ്ങൾക്ക് കിട്ടും. ആ ഒരു OTP നിങ്ങൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഓട്ടോ ഫെച്ച് ആയിട്ട് നിങ്ങൾക്ക് കാണുന്നതായിരിക്കും. ശേഷം പ്രൊസീഡ് വിത്ത് EKYC എന്നുള്ള കൊടുക്കുക. അത്രയും ആ ഒരു ടിക്ക് ഇട്ടതിന് ശേഷം ഗെറ്റ് ഇറ്റ് നൗ എന്നുള്ള ആ ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളോട് ഒരു UPI ID ക്രിയേഷൻ ചെയ്യാൻ ചോദിക്കും, ഇല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ചോദിക്കും. നിങ്ങൾ UPI ക്രിയേഷൻ ചെയ്യുക. ശേഷം തൊട്ട് താഴെ കാണുന്ന ആ ഒരു കണ്ടിന്യൂ എന്നുള്ള ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളോട് അവർ UPI കൺഫർമേഷൻ ചെയ്യാൻ നമ്മളോട് ചോദിക്കും. ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. നിങ്ങൾ ചെയ്യേണ്ടത് കൺഫേം എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുക. ശേഷം നമ്മളോട് ഒരു സെൽഫി എടുക്കാൻ ചോദിക്കുന്നുണ്ട്. ആ ഒരു സെൽഫി എടുത്തതിന് ശേഷം നമ്മുടെ കാർഡിലെ പേര് കറക്റ്റ് ആണെന്ന് അവർ ചോദിക്കും. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൺഫേം എന്നുള്ള താഴെ കാണുന്ന ബട്ടൺ അമർത്തുക. അപ്പോൾ നമ്മുടെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണിക്കുന്നുണ്ടായിരിക്കും. തൊട്ട് താഴത്തെ ആ ഒരു ടിക്ക് ഇട്ടതിന് ശേഷം കൺഫേം എന്നുള്ള ബട്ടൺ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 10 ദിവസം വരെ, 3 ദിവസം മുതൽ 10 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് കാർഡ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതായിരിക്കും. വിർച്വൽ കാർഡ് ഓൾറെഡി നിങ്ങൾക്ക് മൊബൈലിൽ കിട്ടുന്നതായിരിക്കും. ഡൺ കൊടുത്തു കഴിഞ്ഞാൽ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ള ഓപ്ഷൻ വരും. ആ ഒരു കാർഡിൽ അല്ലെങ്കിൽ ഗെറ്റ് സ്റ്റാർട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വിർച്വൽ കാർഡ് നമുക്കിവിടെ ഉറപ്പായിട്ടും കാണാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങളുടെ നിലവിലെ ക്രെഡിറ്റ് സ്കോർ എത്രയാണെന്ന് നോക്കിയതിന് ശേഷമാണ് ഇവർ നമുക്ക് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യുന്നത്. ഫെഡറൽ ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, BOB ഇത്തരത്തിലുള്ള ബാങ്കുകളുമായിട്ട് കൊളാബറേഷൻ ചെയ്താണ് വൺ കാർഡ് നമുക്ക് ക്രെഡിറ്റ് കാർഡ് അപ്രൂവ് ചെയ്യുന്നത്. പല രീതിയിലുള്ള ക്രെഡിറ്റ് ലിമിറ്റുകളായിരിക്കും ഇവർ നമുക്ക് നൽകാൻ പോകുന്നത്. വൺ കാർഡ് നമുക്ക് ലഭിക്കണമെങ്കിൽ ഏകദേശം 730 സിവിൽ സ്കോർ ആണ് നമുക്ക് വേണ്ടത്. പല ആളുകൾക്കും ചില സമയത്ത് ഇത് റിജക്റ്റ് ആയി പോകാറുണ്ട്. അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. 2-3 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്ന കാര്യം നിങ്ങൾ കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ധാരാളം ദൂഷ്യവശങ്ങൾ വരുന്നുണ്ട്. എല്ലാ ക്രെഡിറ്റ് കാർഡിന്റെയും ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 32% മുതൽ 56% വരെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ പ്രോപ്പർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു എമൗണ്ട് ഡ്യൂ ഡേറ്റിന് മുന്നേ തന്നെ ഫുൾ ആയിട്ട് അടയ്ക്കാൻ നിങ്ങൾ എപ്പോഴും ശ്രമിക്കുക. മിനിമം ഡ്യൂ അടച്ചു കഴിഞ്ഞാലും നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് ഇതിൽ വരുന്നതായിരിക്കും. ഒരു ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ട് തോന്നുന്ന, നിങ്ങൾക്ക് ഏത് കാറ്റഗറിയിലാണ് ഏറ്റവും കൂടുതൽ ചിലവാക്കുന്നത് ആ ഒരു കാറ്റഗറി ഉൾപ്പെടുന്ന തരത്തിലുള്ള ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെനിഫിറ്റ് എന്ന് പറയുന്നത്. കാരണം അതിലെ റിവാർഡ് പോയിന്റുകൾ എത്രത്തിലാണെന്ന് നോക്കിയതിന് ശേഷവും
നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കാണിച്ചതുപോലെ തന്നെ നിങ്ങൾക്ക് വൺ കാർഡിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് ഈ ഒരു കാർഡ് അപ്ലൈ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏതെങ്കിലും ഇന്നത്തെ ഈ ഒരു ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചുള്ള വീഡിയോ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. മറ്റൊരു നല്ല വീഡിയോ കാണുമ്പോൾ നാസിമി സൈനിങ് ഓഫ്. താങ്ക് യു.